2025 സെപ്റ്റംബർ 6-ാം തീയതി. പക്ഷെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പണ്ട് കുറുമ്പനാട് താലൂക്ക് ഉണ്ടായിരുന്ന കാലത്തെ ഒരു ഓണക്കാലത്തിലേക്കാണ്. ഇവിടെ സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി പേരാമ്പ്രയിൽ നിന്ന് ഒരു സംഘം വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ചില വിദ്യകളൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രാവശ്യത്തെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ട് ആണ് വന്നിരിക്കുന്നത്. പഴയ കുറുമ്പനാട് താലൂക്കിലെ പയ്യൂർമല എന്ന സ്ഥലത്താണ് ഈ കളി ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. പഴയ കാലത്തെ നാടുവാഴി ജമ്മിത്ത് കാലഘട്ടത്തിൽ രണ്ട് വിഭാഗമായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്നവരും അല്ലാത്തവരുമായ ജനങ്ങളെ ഓണക്കാലമായ ഒന്നിപ്പിക്കാം. ഓണക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മാവേലിയുടെ ഒരു സങ്കല്പമാണല്ലോ ഒന്നെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സങ്കല്പത്തെ എടുത്തു കാട്ടുന്നതാണ് ഈ ഓണക്കാലത്തെ അമ്പെയ്ത്ത് മത്സരം. ഇവിടെ ജാതി മതം അങ്ങനെ തന്നെ സാമ്പത്തിക മേധാവിത്വം അതുപോലെ അങ്ങനത്തെ ഒരു ഇതുമില്ലാതെ ജനങ്ങൾ അമ്പെയ്ത്ത് കളത്തിലെത്തുകയും ഇത് ഒന്നിച്ചാഘോഷിക്കുകയും ചെയ്യുന്നതാണ്. പഴയ കാലത്ത് ജമ്മികളും അതായത് കർഷക തൊഴിലാളികളും ഒന്നിക്കുക, അതുപോലെ തന്നെ ജാതീയമായി ഉയർന്നവനും താഴ്ന്നവനും ഒന്നിക്കുക. ഓണക്കാലത്ത് ഒന്നിക്കും, പിന്നെ രണ്ടാവും. ഓണക്കാലത്ത് ഒന്നിക്കും, പിന്നെ എല്ലാ വഴിക്കും പോകും. പക്ഷേ മാവേലിയുടെ ആ സങ്കല്പം ഒന്ന് എന്നുള്ള സങ്കല്പത്തെ അന്വർത്ഥമാക്കുന്നതാണ് ഈ പരിപാടി. അപ്പോൾ ഈ അമ്പെയ്ത്ത് കളിയാണ് ഈ ഓണക്കാലത്ത് ഈ ജമ്മികളെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയും വിവിധ ജാതിയിലുള്ളവരെയൊക്കെ ഒന്നിപ്പിക്കുന്നത്. എന്താണ് ഈ കളി? രണ്ട് ടീമായിട്ടാണ് മത്സരം. ഒരു 12 ടീമും 12 ആൾക്കാർ ഒരു ടീമിലും 12 ടീം ഒരു ടീമിലേക്കും. പിന്നെ രണ്ടുപേർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കളത്തിലുണ്ടാവും. ആ കളത്തിൽ എന്ത് വെച്ചാൽ 2 ടീമായിട്ട് ചെയ്യുന്നേരം ഒരു ടീം എഴുത് കൊള്ളിച്ച് കഴിഞ്ഞാൽ അവരോടും. അപ്പോഴേക്ക് മറ്റേ ടീം എഴുത് കൊള്ളിച്ചാൽ അവർ ഓടി ചെപ്പ് പറിച്ച് കഴിഞ്ഞാലും അവർക്കാണ് പോയിന്റ് കിട്ടുക. അവരാണ് വിജയിക്കുക. പിടിച്ചു കഴിഞ്ഞ് ആണ് ജയിക്കുന്നത്. അവരായിരിക്കും ഉണ്ടാവുക. വലിയ ആവേശമായിരിക്കും ഈ കളിയുടെ ഒരു സമയത്ത്. വലിയ ആവേശം എന്ന് പറഞ്ഞാൽ പോരാ, അപാര ആവേശം. അതാണ് ഇതിനെ വർണ്ണിക്കാൻ പറ്റുക. അത്രയും ഒരു വീറ് വാശി എല്ലാം കൂടിയ ഒരു കളിയാണ്. മറ്റേ വോളിബോളിലും ഫുട്ബോളിലും ഒക്കെ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളിയാണ് അമ്പെയ്ത്ത് കളി. നിങ്ങളെ നാട്ടിൽ കിട്ടുന്ന ആവേശം ഇവിടെ തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ടോ? നാട്ടിൽ കിട്ടുന്നതിൽ കൂടുതൽ ഒന്നുകൂടി ആകർഷണമായിട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ തിരുവനന്തപുരത്തുകാർക്ക് എന്താണ് അമ്പ്, എന്താണ് വില്ല്, എന്താണ് എയ്ത്ത് എന്ന് അറിയാത്തവർ നല്ല ആകാംക്ഷയോടെ ഒരു അമ്പ് ഇതിനടുത്ത് കൂടി പോയാൽ തന്നെ അവർ ആവേശത്തോടെ തുള്ളുക. അങ്ങനെ തുള്ളുന്ന ഒരു രംഗമാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ തുള്ളുന്ന ഒരു കാഴ്ച ഉണ്ടായില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളും മുതിർന്നവരും ഒരേ രീതിയിൽ കണ്ടുവരുന്നതുകൊണ്ട് അത്ര ആവേശമല്ല. പക്ഷെ അതിൽ ഇരട്ടി ഒരു 3 മടങ്ങ് ആവേശമാണ് ഈ തിരുവനന്തപുരത്ത് ഉള്ള ആളുകൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കാണാനും കളിച്ച് ഓൽക്കൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ചേട്ടാ, ഈ അമ്പ് എന്താണ്, ഈ വില്ല്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അമ്പ് ഓലക്കണ്ണി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ നീട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് പിന്നെ ചിറക് മാത്രം വെക്കും, ഏറോ, ബാക്കി ഇറക്കില്ലായിരിക്കും. അതാണ് അമ്പ്. പിന്നെ വില്ല് മുള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മുള മുറിച്ചെടുത്തിട്ട് ചീന്തിയിട്ടാണ് വില്ലുണ്ടാക്കുന്നത്. അത് പല ആകൃതിയിലും ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കാം. പിന്നെ ഇതിന് ഈ ഞാണ് കെട്ടാൻ വേണ്ടിയിട്ട് നൂലാണ് ഉപയോഗിക്കുക. നൂല് പിരിച്ചിട്ടാണ് ഈ ഞാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ല വണ്ണം കൂടിയ എന്ത് ചെയ്യും, ഓല എടുക്കണം. അതിലെ കണ്ണി അങ്ങ് പോവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ വ്യാപകമായിട്ട് പേരാമ്പ്രയിലൊക്കെ ഓണക്കാലത്ത് ഇപ്പോഴും കളിക്കുന്ന ഒരു കളിയാണിത്. ഇത് പണ്ട് കുറുമ്പനാട് താലൂക്ക് ഉണ്ടായിരുന്നത് മുതൽ ഇവിടെ തിരുവനന്തപുരത്ത് വരെ ഈ കളി എത്തി നിൽക്കുന്നു. ഓണക്കാലം അങ്ങനെയാണ്. ഏതൊരു ഓണത്തിനാണെങ്കിലും എവിടെയെങ്കിലും പഴമയുടെ ഒരു ടച്ച് ഉണ്ടാവും. അത്തരത്തിൽ നമ്മളിപ്പോൾ ഒരു പഴയ കാലത്തെ ഓണത്തിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.